ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ബി എന്ന വെർബിന്റെ ഉപയോഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബി എന്ന വെർബ് സാന്നിധ്യത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പൊ അതിന്റെ അർത്ഥം ഉണ്ട്, ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ ഇവിടെയാണ് എന്നും നമ്മൾ മലയാളത്തിൽ പറയും. സാന്നിധ്യത്തെ, പ്രസൻസിനെ കാണിക്കാൻ വേണ്ടി. അപ്പൊ ഇവിടെ നമ്മൾ 3 വാക്കുകൾ ഉണ്ട് പ്രസന്റ് ഫോമില്, ബിയുടെ പ്രസന്റ് ഫോമില്. ആം, ഈസ്, ആർ. ഇതിന്റെ ഈ അർത്ഥം ആകുന്നു, അത് നമ്മൾ കണ്ടതാണ്. ഐ ആം ഹാപ്പി, ഞാൻ സന്തോഷവാനാണ്, ഞാൻ ക്ഷീണിതനാണ്, ഐ ആം ടയേർഡ്. പക്ഷെ ഞാൻ ഇവിടെ ഉണ്ട്, അതിനും ഇത് തന്നെ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷില്. അപ്പോ അത് സാന്നിധ്യത്തെ കാണിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലുണ്ട്, അങ്ങനെയൊക്കെ പറയാൻ നമ്മൾ ഇത് തന്നെ ഉപയോഗിക്കുന്നത് ആം. ആം എപ്പോഴും ഐക്ക് വേണ്ടി. ഐ ആം ഹിയർ, അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ഇവിടെയുണ്ട്. ഐ ആം ദർ, ഞാൻ അവിടെയുണ്ട്. ഐ ആം ഇൻ ദ ക്ലാസ് റൂം, ഞാൻ ക്ലാസ് റൂമിലുണ്ട്. ഐ ആം ഇൻ ദ ഹൗസ്, ഞാൻ വീട്ടിലുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചൊക്കെ പറയാം. ഐ ആം വിത്ത് യു, ഞാൻ നിന്റെ കൂടെയുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെയാണ്, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഐ ആം വിത്ത് യു. ഐ ആം വിത്ത് ഹിം, ഞാൻ അവന്റെ കൂടെയുണ്ട്. ഐ ആം വിത്ത് ഹെർ, ഞാൻ അവളുടെ കൂടെയുണ്ട്. ഐ ആം വിത്ത് ദം, ഞാൻ അവരുടെ കൂടെയുണ്ട്. ഐ ആം വിത്ത് രാജു, ഞാൻ രാജുവിന്റെ കൂടെയുണ്ട്. ഐ ആം വിത്ത് സീത, ഞാൻ സീതയുടെ കൂടെയുണ്ട്. ഇത് സാന്നിധ്യത്തെ കാണിക്കുകയാണ്. ഇതുപോലെ ഒത്തിരി വാചകങ്ങൾ പറയാം. ഐ ആം ഇൻ ദ മാർക്കറ്റ്, ഞാൻ മാർക്കറ്റിലുണ്ട്, അല്ലെങ്കിൽ ഞാൻ മാർക്കറ്റിലാണ്. സാന്നിധ്യം എവിടെയെന്ന് കാണിക്കുക, എവിടെയാണ് ഇവിടെ പ്രസൻസ്, അത് കാണിക്കാൻ വേണ്ടിയാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഒരാളെ കൂടി കിട്ടി, ആദ്യം ഒരാൾ മലയാളം പറയുന്നു, മറ്റേ അതിന്റെ ഇംഗ്ലീഷ് പറയുന്നു. അങ്ങനെ 10 പ്രാവശ്യം ഒരു വാചകം റിപ്പീറ്റ് ചെയ്യുക. പിന്നെ ഇനി വെർബിന്റെ ലിസ്റ്റ് ഉണ്ട്, അതിലെ കുറച്ച് വെർബ്സ് എങ്കിലും എല്ലാ ദിവസവും പഠിക്കാൻ നോക്കണം. ഈ 4 ഫോംസ് പ്രധാനപ്പെട്ടതാണ്. അല്ലെ ക്ലാസ് 23 അല്ലെങ്കിൽ ക്ലാസ് 50 ഇടയ്ക്ക് കാണുന്നതെന്നല്ല. ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത്, അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മൾ ബേസ് ഫോം അല്ലേ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരെ അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാണ്. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളിലെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം.
ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വേർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഇവിടെ ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അതിന്റെ അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ് ഡി, ഇടിയും ചേർത്തതും ഉണ്ട്. പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബുകളുടെ ലിസ്റ്റില് 6ാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പോൾ 4 ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകളുടേത്. ആ 4 ഫോംസ് ഉപയോഗിച്ചാണ് എല്ലാ ടെൻസുകളും മറ്റുണ്ടാക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷെ നമ്മൾ 3 ഫോം പഠിച്ചാൽ മതി, പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും. ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കേണ്ടതില്ല, കാരണം ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും വെർബുകളുടേത് ഇംഗ്ലീഷിൽ ഒരേപോലെ ഇരിക്കും. ഉച്ചാരണവും സ്പെല്ലിങ്ങും അർത്ഥം വ്യത്യാസമുണ്ട്, അത് മറക്കരുത്. പിന്നെ പ്രസന്റ് ഫോമിന് സിംഗുലറും പ്ലൂറലും ഉണ്ട്. എസ് സാധാരണ ചേർക്കുമ്പോൾ സിംഗുലർ കിട്ടും, മറ്റേത് പ്ലൂറല്. അർത്ഥമൊക്കെ ശരിക്കും പഠിക്കുക. അപ്പൊ നമുക്ക് വായിച്ചു തുടങ്ങാം. പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം മാത്രമാണ്. ലീഡ്, ലെഡ്, ലെഡ്, റീഡ്, റെഡ്, റെഡ്. ഉച്ചാരണം റീഡിന്റെ ശ്രദ്ധിക്കണേ. പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം സ്പെല്ലിംഗ് ഒന്നാണ്, പക്ഷെ ഉച്ചാരണം വ്യത്യാസമുണ്ട്. റീഡ്, റെഡ്, റെഡ് എന്നാണ്. ഫീഡ്, ഫെഡ്, ഫെഡ്. സ്പീഡ്, സ്പെഡ്, സ്പെഡ്. Play, fled, fled. Pay, paid, paid. Lay, laid, laid. Say, said, said. Hear, heard, heard. ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? ഇവയുടെ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഡി എന്നോ ഇ ഡി എന്നോ കൂട്ടിച്ചേർത്തല്ല ഉണ്ടാക്കുന്നത്, വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇവ കാണാപ്പാഠം പഠിക്കേണ്ടതാണ്. ഇനിയുള്ള വെർബുകൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഡി എന്നോ ഇ ഡി എന്നോ പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. നമ്മൾ കാണുകയാണ്. അറേഞ്ച്, അറേഞ്ച്ഡ്, അറേഞ്ച്ഡ്. അറ്റാക്ക്, അറ്റാക്ട്, അറ്റാക്ട്. അറ്റംപ്റ്റ്, അറ്റംപ്റ്റഡ്, അറ്റംപ്റ്റഡ്. ബ്രീത്ത്, ബ്രീത്ത്, ബ്രീത്ത്. ക്ലാപ്പ്, ക്ലാപ്ഡ്, ക്ലാപ്ഡ്. ക്യൂർ, ക്യൂർഡ്, ക്യൂർഡ്. Deserved, deserved, deserved. Escape, escaped, escaped. Dry, dried, dried. Face, faced, faced. Increase, increased, increased. Influence, influenced, influenced. Fool, fooled, fooled. Practice, practiced, practiced. Pull, pulled, pulled. Question, questioned, questioned. Race, raced, raced. Remind, reminded, reminded. Repeat, repeated, repeated. Request, requested, requested. ഓർക്കുക, ഈ വെർബുകളൊക്കെ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ്. ഈ വെർബുകൾ പഠിക്കണം, അർത്ഥം പഠിക്കണം, ഇവ തമ്മിലുള്ള വ്യത്യാസവും പഠിക്കണം. ഓക്കെ.